മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആ നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിയ എ.വി. ജയശങ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് കാണുകയായിരുന്നു. ഇതേ അങ്ങോട്ട് നോക്കിയേ. കോൺഗ്രസ്സുകാരനായി ജീവിച്ച് കോൺഗ്രസ്സുകാരനായി മരിക്കണം. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു കുറിപ്പാണ്. ഒരു മാധ്യമ പ്രവർത്തകന് എന്തേ രാഷ്ട്രീയം പാടില്ലേ? ആവാം. പക്ഷേ ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ അത് വെറുതെ ഉണ്ടായതല്ല എന്ന് സംഭവിച്ചപ്പോഴേ തോന്നി. അതിനൊരു കാരണമുണ്ട്. ഇപ്പോ ചോദ്യം ചോദിക്കാൻ പറ്റാത്തതിന് ഒരു പ്രകോപനം ഉണ്ടായി എന്ന് തന്നെ കരുതുക. എത്ര പെട്ടെന്നാണ് ആ ദൃശ്യം ഉടനടി പിന്നിൽ നിന്ന് ചിത്രീകരിക്കുന്നു, അതേപടി കോൺഗ്രസ്സുകാരുടെ സൈബർ ഗ്രൂപ്പുകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാകില്ലേ? ഉണ്ടെന്നേ. ആ ദൃശ്യം അങ്ങോട്ട് നോക്കിയേ. മോശമാണ്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം തന്നെയാണ് മോശം ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത് കണ്ടല്ലോ. അതുകൊണ്ടാണ് ആരാണ് ആ ചോദ്യം ചോദിച്ചത് എന്ന് തിരഞ്ഞത്. ആ തെരഞ്ഞു വരുമ്പോഴാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഉടനടി തന്നെ ഈ മഹാരഥനായ കോൺഗ്രസ്സുകാരന്റെ വീഡിയോ അങ്ങ് പ്രചരിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയത്? സ്വാഭാവികമായിട്ടും ഒരു വാർത്താ സമ്മേളനങ്ങളിലും ഒരു മാധ്യമങ്ങളിലും മുഖ്യമന്ത്രി അല്ലാതെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ ദൃശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ പൊടുന്നനെ അതൊക്കെ പുറത്തു വരികയാണ്. അവിടെയാണ് എ.വി. ജയശങ്കർ എന്ന തനി കോൺഗ്രസ്സുകാരൻ, ആ തനി കോൺഗ്രസ്സുകാരൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതാണ്, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇതുപോലുള്ള ജയശങ്കർമാരെ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. അവരുടെ യോഗ്യത മുൻ KSU, യൂത്ത് കോൺഗ്രസ്, ABVP, യുവമോർച്ച, ഒപ്പം തന്നെ MSFലോ യൂത്ത് ലീഗിലോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ യോഗ്യത അതാണ്. കാര്യം ഇടതുവിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ മാപ്ര കോലേന്താൻ വേണ്ടി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിയോഗിക്കപ്പെടുന്ന പല മുഖങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അതിനെല്ലാത്തിനും ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ സാക്ഷിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കാൻ നടന്ന KSUക്കാരൻ, ആ KSUക്കാരൻ ഇനി ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആയിക്കോട്ടെ, ഉള്ളാലെയുള്ള വ്യക്തിയോടുള്ള വിദ്വേഷവും വെറുപ്പും മാറുമോ? മാറില്ല. അതാണിന്നിപ്പോൾ അവിടെ കണ്ടത്. എന്തായാലും കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. കാര്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 45 മിനിറ്റേ ഉണ്ടാകുള്ളൂ. ആ 45 മിനിറ്റിനകത്ത് ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. കൂട്ടപ്പൊരിച്ചിലായിരുന്നു ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കിടയിൽ അവൻ പതുങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയോട് കയർത്ത് സംസാരിക്കുമ്പോൾ തിരിച്ച് ചാനലുകളിൽ ബ്രേക്കിംഗ്, മുഖ്യമന്ത്രി ക്ഷുഭിതനായത്രേ. അതായത് സ്വന്തം ജോലി കൃത്യമായി ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയോട് ആക്രോശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മറുപടി പറയണ്ടേ? അതേ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളൂ. അതിൽ മോശമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ദുരുദ്ദേശത്തോടു കൂടി ചോദ്യം ചോദിക്കാനുണ്ടെന്ന രീതിയിൽ ഇമാതിരി ഊളത്തരമൊക്കെ രാഷ്ട്രീയം ഉള്ളിൽ വെച്ചുകൊണ്ട് അതിന് പ്രീ പ്ലാൻഡ് ആയിട്ട് ഏതെങ്കിലും KSU മനോഭാവക്കാരനെ ഇറക്കി ചെയ്താൽ അതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടാണെന്നൊന്നും കരുതരുത്. അതുകൊണ്ടാണ് എ.വി. ജയശങ്കറിന്റെ അടിയാധാരം എടുത്ത് പുറത്തിട്ടതിന് ശേഷം എന്തായിരുന്നു അയാൾ ഉദ്ദേശിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് ജയശങ്കർമാരോട് പറയാനുള്ളത്, ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയാണ് ഈ ചെറിയ പെരുന്നാൾ. അതുകൊണ്ട് മാധ്യമപ്രവർത്തകന്റെ കുപ്പായമിട്ട് തനി കോൺഗ്രസ്സുകാരനായിട്ട് എവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കേണ്ടി വന്നാൽ അതിന് ആ രീതിയിൽ തന്നെ നേരിടേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിലുള്ളവർക്കുണ്ട് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.